ദൈവകൃപയെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിനേക്കാളും അധികം അതിനെ മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവില്ല. ദൈവസന്നിധിയിൽ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന പ്രവേശനം, ദൈവത്തോടുള്ള ബന്ധം, ദൈവസന്നിധിയിലെ തന്നെ നിലപാട്, ഇതൊക്കെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ തൻ്റെ സ്വന്തമായിരിക്കുന്ന പ്രവൃത്തിയുടെയും തൻ്റെ വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിലല്ല എന്ന കാര്യം അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവകൃപയാണ് തൻ്റെ എല്ലാ നിലപാടുകൾക്കും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയ പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ള ആളായിരുന്നു. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ അറിവ് ഒരിക്കലും അശ്രദ്ധമായി ജീവിക്കുവാനായിട്ട് തന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം തനിക്ക് നൽകിയില്ല. പാപത്തെ ഏതെങ്കിലും നിലയിൽ ന്യായീകരിക്കുവാനായിട്ട് ദൈവകൃപയുടെ അറിവ് തനിക്ക് ഒരിക്കലും ഒരു കാരണമായിട്ട് തീർന്നില്ല എന്ന് നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എഫ് ബ്രൂസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവദാസന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും പൗലോസിനെ മനസ്സിലാക്കിയ ആളുകൾ അദ്ദേഹത്തെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു. The people who understood Paul misunderstood him. പൗലോസിനെ മനസ്സിലാക്കി എന്ന് വിചാരിച്ച പല ആളുകളും അദ്ദേഹത്തെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ദൈവകൃപയുടെ ആഴം, അതിനോടുള്ള പ്രതികരണമായിട്ട് സുവിശേഷത്തിന് അനുസൃതമായ ജീവിതം, ഇത് രണ്ടും തുല്യ പ്രാധാന്യത്തോടുകൂടെ, തുല്യം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല, എന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മളെ കണക്കാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പം ഇതിൽ നമുക്ക് പരാജയം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ദൈവകൃപയെക്കുറിച്ച് മനസ്സിലാക്കാതെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമായ പ്രയത്നങ്ങളുടെ ഫലമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവകൃപയായതുകൊണ്ട് ഇനി അത്ര വിശുദ്ധിക്ക് പ്രായോഗിക വിശുദ്ധി അത്രത്തോളം ഇല്ലെങ്കിലും അത് പ്രശ്നമില്ല എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പറഞ്ഞു വരുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന തൻ്റെ രണ്ടാം ലേഖനം ഞാൻ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് ഈ വിഷയത്തിൽ എനിക്ക് ഒരു നടുക്കമുണ്ടാക്കിയതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവ കൃപയെക്കുറിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന ഈ ദൈവദാസൻ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ജീവിക്കാനായിട്ട് എത്രത്തോളം പ്രാധാന്യം നൽകി, അതിനെത്രത്തോളം ശ്രദ്ധിച്ചു എന്നുള്ളത് എന്നെ നടുക്കിയ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ്, കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യരാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ഈ വേദഭാഗം എത്ര പ്രാവശ്യം വായിച്ചു എന്നറിയാമോ? എന്നിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ നിലയിൽ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഗ്രഹിച്ചുവോ എന്ന ഒരു ഭയത്തിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം നമ്മൾ പല പ്രാവശ്യം വായിച്ചെങ്കിലേ നമുക്ക് അതിലെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച് മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കെദോന്യയ്ക്ക് പോയി പിന്നെയും മക്കെദോന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഊവ് ഊവ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാനും സിൽവാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ്
എന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു. അപ്പസ്തലനായ പൗലോസിനെതിരെ കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ഈ ആളുകൾ പരാതി പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞത്, പൗലോസ് തീരുമാനത്തിൽ സ്ഥിരതയുള്ള ആൾ അല്ല. ഒരിക്കൽ വരാമെന്ന് പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരികയില്ല എന്ന് പറയും. അദ്ദേഹം തീരുമാനത്തിൽ സ്ഥിരതയുള്ള ഒരാൾ അല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് തീരുമാനത്തിലുള്ളതായിരിക്കുന്ന ഈ അസ്ഥിരത അദ്ദേഹത്തിന് സന്ദേശത്തിലും കാണാൻ സാധ്യതയുണ്ട് എന്ന് അവർ പൗലോസിനെ കുറിച്ച് പരാതി പറഞ്ഞു. അപ്പോഴാ പരാതി പൗലോസിന് സങ്കടമായി. തൻ്റെ ആത്യന്തികമായിരിക്കുന്ന സന്തോഷവും സമാധാനവും ദൈവത്തിലാണ് താൻ കാണുന്നത് എന്ന് പറഞ്ഞാണ് ഈ അധ്യായം താൻ ആരംഭിക്കുന്നത്. മനസ്സിലുള്ള ദൈവം, ആശ്വാസങ്ങളുടെ പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടെയാണ് താൻ ഈ അധ്യായം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സത്യസന്ധമായി ആത്യന്തികമായി ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദൈവത്തിൽ ആശ്വാസം കണ്ടെത്താത്തൊരു മനുഷ്യന് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. സർവ്വ ആശ്വാസവും നൽകുന്ന പിതാവായ ദൈവവും മനസ്സിലുള്ള ദൈവവും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് താൻ ആദ്യമേ നമ്മളോട് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആ അധ്യായത്തിൽ, ആ വാദഗതിയിൽ അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മളെ ആശ്വാസകന്മാരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവവുമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരുന്ന പ്രതിസന്ധികൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരങ്ങളാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മളെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ വ്യത്യാസപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിരിക്കുന്ന മുഖാന്തരങ്ങളാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം താൻ പറയുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ദൈവം മുൻപാകെ വിശ്വസ്തനായിരിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ട്. എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ നടുവിൽ വിശ്വസ്തനായിട്ട് എങ്ങനെയാണ് ജീവിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് പൗലോസ് പറയുന്നതായിരിക്കുന്ന ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മാതൃകയായിട്ട് അദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോഴത് ആദ്യമായിട്ട് വിശ്വസ്തത, വിശുദ്ധ ജീവിതം എന്നുള്ളതിനേക്കാളും ഉപരി ഞാൻ വിശ്വസ്തത എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം വിശുദ്ധ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് വിശ്വസ്തന്മാരായിരിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ പാപമുള്ള ലോകത്തിൽ, പ്രതികൂലങ്ങളുള്ളതായിരിക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസ്തരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ അതിന് 15-ാമത്തെ വാക്യത്തെ അധികരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണ് വിശ്വസ്തന്മാരായിരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആദ്യമേ പറയും, ഇങ്ങനെ ഉറച്ചിട്ട് എന്ന് പറഞ്ഞാണ് പൗലോസ് 15-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. അവിടെ ഇങ്ങനെ ഉറച്ചിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, എങ്ങനെ ഉറച്ചിട്ട് എന്ന് ചോദിക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. അപ്പൊ എങ്ങനെ ഉറച്ചിട്ടാണ് താൻ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ആരോപണത്തെ നേരിടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മുകളിലുള്ളതായിരിക്കുന്ന വാക്യമാണ് അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്, ആത്യന്തികമായിട്ട് ദൈവം സകലത്തെയും വിലയിരുത്തുന്നൊരു ദിവസമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യമാണ് എന്നെ വിശ്വസനായിട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ആ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളുടെ ജീവിതങ്ങളെ എല്ലാം പരിശോധിക്കുന്ന,
അവസാനം നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ആയിരിക്കുന്നത് പോലെ വെളിപ്പാട് വരുത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനെയാണ് കർത്താവിൻ്റെ നാള് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാള്. ഈ ആശയം ചിലപ്പോൾ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വിശ്വസന്മാരായിരിക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ നിർബന്ധം എന്താ? ദൈവത്തിന് മുൻപാകെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ലോകത്തുള്ള മനുഷ്യരെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിന് മുൻപാകെ അത് സാധിക്കില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ അറിയുന്നു. അവൻ ഞാൻ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ശോധന ചെയ്ത് അത് ഈ നിലയിലായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തിലാണ് താനെല്ലാം ഇപ്പോഴും ജീവിച്ചിട്ടുള്ളത്. എന്നെ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധന്മാരല്ല, വിശ്വസന്മാരായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാണ്. ആത്യന്തികമായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി എന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. എന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളെ വിശ്വസ്തതയ്ക്ക് ദൈവം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയും ജീവിക്കുവാനായിട്ട് അനുവാദമില്ല. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായിരിക്കണമെന്ന് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വിശ്വസ്തന്മാരല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും തുല്യരൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തന്മാരായിരിക്കുക എന്നുള്ളതിന് ദൈവം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ സ്വന്തമായ ശക്തിയിൽ നമുക്കത് സാധിക്കില്ല. പക്ഷെങ്കിൽ വിശ്വസ്തന്മാരായിരിക്കണമെന്നുള്ളത് നമ്മെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ താൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന കാര്യം സ്വർഗത്തിലെ ദൈവത്തിന് ഇത് പ്രസാദകരമായിരിക്കണം. അവൻ എന്നെ അറിയുന്നു, അവന്റെ മുൻപാകെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതിനെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നോക്കി, ദൈവത്തെ നോക്കി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ദൈവഭക്തനെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അങ്ങനെ മാത്രമേ നമുക്ക് വിശുദ്ധന്മാരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ദൈവം അറിയുന്നു, ദൈവം കാണുന്നു, ദൈവത്തോടാണ് എനിക്ക് ആത്യന്തികമായി കടപ്പാടുള്ളത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തിലാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവം അറിയുന്നു, ദൈവം വെളിപ്പെടുത്തും. ഇതൊന്നും തൻ്റെ മുൻപാകെ രഹസ്യമല്ല. ഐ വാക്ക് ബിഫോർ ഗോഡ് ആൻഡ് ലിവ് ബിഫോർ ഗോഡ്. ഞാൻ ദൈവത്തിന് മുൻപാകെ നടക്കുകയും ദൈവത്തിന് മുൻപാകെ ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരാളാണ്. എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രശംസ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവ് പറയണം, കുഞ്ഞേ, നീ ചെയ്തത് എനിക്ക് സ്വീകാര്യമായി, നിന്റെ ജീവിതം എനിക്ക് പ്രസാദകരമായി എന്ന് നമ്മെക്കുറിച്ച് പറയുന്ന അനുഭവം, അതാണ് പൗലോസ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉറച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഗ്രഹിച്ചതുപോലെ, ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ്, ആ ഒരു ഉറപ്പാണ് തൻ്റെ ജീവിതത്തെ ശ്രദ്ധയോടെ നയിക്കുവാനായിട്ട് തന്നെ നിർബന്ധിച്ചതായിരിക്കുന്ന കാര്യം. അപ്പോൾ തൻ്റെ ജീവിതത്തെ താൻ ശ്രദ്ധിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം വരണമെന്ന് വെച്ച്. അപ്പൊ തന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, മറ്റു മനുഷ്യർക്ക് തന്റെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രയോജനം ഉണ്ടാകണം എന്നുള്ളതാണ് തന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹി വാസ് an other person oriented man. മറ്റു മനുഷ്യർക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം, എൻ്റെ ശുശ്രൂഷ കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകണം, നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച്. രണ്ടാമത് അപ്പസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ വന്നാൽ അത് ഭയങ്കര അനുഗ്രഹമാണ് അവർക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകും, എനിക്ക് 4 പേരുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ പറ്റും. അതല്ല തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് താൻ ചിന്തിക്കുമ്പോൾ താൻ ചിന്തിക്കുന്ന കാര്യം അതല്ല. താൻ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാമതും ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച്. നിങ്ങൾക്ക് അനുഗ്രഹം വരണം, നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകണം, നിങ്ങൾ ഉത്സാഹം പ്രാപിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധൈര്യം പ്രാപിക്കണം. അതാണ് എൻ്റെ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നതാണ്. സ്വാർത്ഥരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടണം, നമ്മൾ പ്രസിദ്ധനായി തീരണം, നമ്മളെ ആളുകൾ മാനിക്കണം,
നല്ല ജീവിതമൊക്കെ ആണെങ്കിൽ മാനിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. എന്നാൽ ജീവിതത്തിന് ലക്ഷ്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. ദൈവപ്രസാദവും മറ്റുള്ളവരുടെ നന്മയുമാണ് ദൈവ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും ലക്ഷ്യമായിട്ടൊരു ദൈവ പൈതലെടുക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റു മനുഷ്യരുടെ നന്മ, ദൈവപ്രസാദം, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് അവിടെ ചെന്നതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കതോന്യയ്ക്ക് പോയി പിന്നെയും മക്കതോന്യയിൽ നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്ര അയപ്പാനും ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന്, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ സഹായം കൊണ്ട് യഹൂദയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷകളിലും നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷിക്കുവാൻ അനുവദിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് കേട്ടോ. നമുക്ക് മറ്റു മനുഷ്യരുടെ സഹായം ആവശ്യമാണ്. ദൈവം നമ്മിൽ തന്നെ പര്യാപ്തരായിട്ട്, സ്വയം പര്യാപ്തരായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവമക്കളായിട്ടാണ്, പരസ്പര സഹായത്തോടുകൂടെ. പൗലോസിനെ പോലുള്ള ഒരാളിന് ഇവരുടെ സഹായത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, എൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു പങ്കും ഓഹരിയും തന്ന് എന്നെ സഹായിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കും എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസിന് മറ്റുള്ളവരുടെ ശുശ്രൂഷയും ഉത്സാഹവും ആവശ്യമായിരുന്നുവെങ്കിൽ അത് നമുക്കും ആവശ്യമാണ്. അവിടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ആത്മീയ അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനുമായിട്ടുള്ള ജീവിതവും ശുശ്രൂഷയുമാണ്. രണ്ടാമത്, മറ്റുള്ളവരുടെ ശുശ്രൂഷ സ്വീകരിക്കുവാനുള്ളതായിരിക്കുന്ന വിനയവും അതിനുള്ളതായിരിക്കുന്ന മനസ്സും ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ്. ചില ആളുകൾ അവരെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായമൊന്നും വേണ്ട, നിങ്ങളുടെ സഹായവും ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ വല്ല സഹായം നിങ്ങൾക്ക് ചെയ്യാം. ചില ആളുകൾക്ക് സഹായം ചെയ്താൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ അവർ കണക്കാക്കുന്നത്. എനിക്ക് സഹായം ചെയ്യാനായിട്ട് നീ വളർന്നു എന്നാ ചോദിക്കണേ. സഹായം സ്വീകരിക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ ആരാ വളർന്നത്? അത്രയും ഉള്ളതായിരിക്കുന്ന സ്വയം പര്യാപ്തത ആർക്കാ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും മറ്റ് സഹോദരങ്ങളുടെ സഹായം ആവശ്യമാണ്. ഒരുപക്ഷെ സാമ്പത്തികമായി ഇരിക്കുകയില്ല, ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിൽ ധൈര്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്ക് ആവശ്യമില്ലേ? സന്ദർശനത്തിൻ്റെ ആവശ്യമില്ലേ? നമ്മളെ ധൈര്യപ്പെടുത്തുവാനായിട്ടുള്ള ആവശ്യമില്ലേ? നമ്മളെ ജീവിതത്തിൽ പരാധീനതകൾ വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ആവശ്യമില്ലേ? ഇതൊക്കെ വിശ്വസ്തമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ അതിനുള്ളതായിരിക്കുന്ന മനസ്സ്. മൂന്നാമത്, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, തൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചു, അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല എന്നാകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ. അപ്പം മൂന്നാമത്, തൻ്റെ വിശ്വസതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവഹിതപ്രകാരമുള്ള തീരുമാനമെടുക്കുവാൻ ദൈവം തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ വിശ്വസ്ത ജീവിതത്തിൻ്റെ ലക്ഷണമായിട്ട് താൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ളതായിരിക്കുന്ന തീരുമാനമെടുക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നു. അപ്പോൾ ഈ തീരുമാനമെടുത്തത് ചാബല്യമായി പോയി എന്നാണ് ചിലർ പറഞ്ഞത്. അത് ശരിയായില്ല, നീ എടുത്ത തീരുമാനം ശരിയായില്ല, നിന്റെ ആ തീരുമാനത്തിൽ അപാകതയുണ്ട് എന്നാണ് ചില ആളുകൾ, കുരിന്തിലുള്ളതായിരിക്കുന്ന ആളുകൾ പറഞ്ഞു. ഇതൊരു ജഡീക നിരൂപണമാണ് എന്നാണ് പറയുന്നത്. മാനുഷികമായിരിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടാണ് തീരുമാനമെടുത്തത് എന്നാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറയാം, ചില ആളുകൾ പറയും, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും ഒരു വ്യത്യാസവും വരുത്തുകയില്ല. അതാണ് അവരുടെ ആത്മീയതയുടെ ലക്ഷണമായിട്ട് അവർ പറയുന്നത്. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഒരു വ്യത്യാസം വരുത്താത്തയാളാണ്. പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമാണെങ്കിൽ അത് ശരിയാകട്ടോ. എന്നാൽ പ്രമാണങ്ങൾ അങ്ങനെ ബാധകമല്ലാത്തതായിരിക്കുന്ന തീരുമാനമാണ് എങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ. തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരം വ്യത്യാസപ്പെടുത്തുവാൻ സൗകര്യം മറിച്ചാണ് എങ്കിൽ അതനുസരിച്ച് വ്യത്യാസപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 2 പ്രാവശ്യം കൊരിന്ത്യയിൽ പോകണോ? 1 പ്രാവശ്യം പോയാൽ മതിയോ? 2 പ്രാവശ്യം പോയാൽ അത് കൂടുതൽ ദൈവഹിതവും 1 പ്രാവശ്യം പോയാൽ കുറച്ച് ദൈവഹിതവും എന്ന് പറയാനൊക്കത്തില്ല. കാരണം ആ വിഷയത്തെ സംബന്ധിച്ച് ധാർമ്മികമായ വിഷയമൊന്നുമില്ല. അതിനുള്ള പ്രയോജനം, അതിനുള്ളതായിരിക്കുന്ന സൗകര്യം, ഇതുകൊണ്ട് എത്രത്തോളം ആളുകൾക്ക് ഉപയോഗപ്രദമായി തീരും എന്നുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുക്കുന്നത്.
പൗലോസ് പറഞ്ഞു, എൻ്റെ തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമാണ് ഞാൻ എടുക്കുന്നത്, അത് ദൈവനാമ മഹത്വത്തിനാണ്, അതിൽ ചാബല്യമില്ല. അത് ഊവ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ തീരുമാനങ്ങൾ വ്യത്യാസപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് എനിക്ക് സൗകര്യങ്ങൾ വരും എന്നുള്ളതിന് എൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ തീരുമാനം മാറ്റിയത്. അത് പരാജയമാണ് കേട്ടോ. അതായത് തീരുമാനമൊക്കെ ആദ്യമേ പറഞ്ഞു, ബുദ്ധിമുട്ടാവുന്ന കണ്ടപ്പോൾ തീരുമാനം മാറ്റി. അതങ്ങനെയല്ല ചെയ്തത്. നമ്മളെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ ദൈവഭക്തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ദൈവഹിതപ്രകാരമുള്ളതായിരിക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. ജഡം അനുസരിച്ച്, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ജഡീക നിരൂപണമോ, ഈ ലോകത്തിന്റെ നിലവാരം അനുസരിച്ച്, ജഡത്തിന്റെ ആഗ്രഹം അനുസരിച്ച്, സ്ഥാപിത താല്പര്യങ്ങൾ അനുസരിച്ച്, വ്യക്തിപരമായിരിക്കുന്ന നേട്ടങ്ങൾ അനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കരുത്. അത് ദൈവഹിതപ്രകാരമുള്ള തീരുമാനമല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ നന്മയെ കരുതി ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് തീരുമാനങ്ങളാണ്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്ന തീരുമാനങ്ങളാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് വിശുദ്ധനായി ജീവിക്കുവാൻ ആളുകൾക്ക് സാധിക്കുകയില്ല. ദൈവഹിതപ്രകാരമുള്ള തീരുമാനമെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ദൈവഹിതപ്രകാരമുള്ള തീരുമാനം എടുക്കുക. അപ്പൊ തീരുമാനത്തെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യം പറയണം. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. തീരുമാനമെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരിജ്ഞാനമാണ്. തീരുമാനമെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരിജ്ഞാനമാണ്. നിങ്ങൾ എങ്ങനെയാണ് ദൈവഹിതം കണ്ടുപിടിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ചില ആളുകളുടെ ദൈവഹിതത്തെക്കുറിച്ചുള്ള വിചാരം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ദൈവഹിതം എന്ന് പറഞ്ഞത് എല്ലാവർക്കും മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അവസാനം നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചാൽ ജ്വരം കുഞ്ഞെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ ഒരു രഹസ്യ മുറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു ഡ്രോയർ ഇങ്ങോട്ട് തുറന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫയൽ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം അങ്ങോട്ട് തുറന്നിട്ട് കണ്ടോ ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ചില ആളുകൾ വിചാരിക്കുന്നവർ ദൈവഹിതം കണ്ടുപിടിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ, എന്തോ പ്രയാസമാണ്. പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊന്നും ഞാൻ അതിനെ നിഷേധിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്ന രഹസ്യമായി ദൈവം സൂക്ഷിച്ചിരിക്കുന്ന കാര്യമല്ല. ദൈവഹിതമെന്ന് പറയുന്ന പരസ്യമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയതായിരിക്കുന്ന ദൈവ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന തീരുമാനമാണ് ദൈവഹിതപ്രകാരമുള്ള തീരുമാനം. ദൈവത്തിന്റെ വചനം എന്താണോ പറയുന്നത്, ഈ വിഷയത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവവചനത്തിന്റെ ഉപദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ് ശരിയായ തീരുമാനം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമ്മൾ തീരുമാനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിൽ വേണം തീരുമാനമെടുക്കാൻ. പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണം എന്ന് പറയുന്നതല്ല ഒന്നാമത്തെ വിഷയം. കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവാണ്. ഒരാളൊരു പൊട്ട തീരുമാനം എടുത്തേച്ച് അതിനെ ന്യായീകരിക്കാനുള്ള വഴി എന്താ? പരിശുദ്ധാത്മാവ് പറഞ്ഞു അല്ലേ? പരിശുദ്ധാത്മാവ് പറഞ്ഞതിന് ഇതിനായിട്ട് വല്ലതും നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാ അത് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലുള്ള സമാധാനമൊക്കെ ആ വിഷയത്തെക്കുറിച്ച് വന്നു, അതനുസരിച്ച് ഞാനങ്ങ് തീരുമാനമെടുത്തു. അത് ശരിയായ രീതിയല്ല. ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് വസ്തുനിഷ്ഠമായ കാര്യമാണ്, ഒബ്ജക്റ്റീവായിരിക്കുന്ന കാര്യമാണ്. ദൈവവചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വിഷയത്തിൽ ദൈവം തന്നിരിക്കുന്ന വെളിച്ചം എന്താണ്? ഇതിലുള്ളതായിരിക്കുന്ന ജ്ഞാനം എന്താണ്? ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതനുസരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിലായി തീരുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇത് തിരിക്കരുത് കേട്ടോ. ഒന്നാമത് ദൈവത്തിന്റെ വചനവും വചനത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന അറിവുമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെയാണ് വചനം അറിയുന്നത് എന്നൊക്കെ ഉള്ളത് ശരിയാകും കേട്ടോ. എന്നാൽ ആദ്യമേ കയറി പരിശുദ്ധാത്മാവിനെ പിടിക്കരുത്.
വിളിച്ചാൽ എന്ത് തീരുമാനം എടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ മേൽ കുറ്റം ആരോപിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ ചെയ്തതെന്ന് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. അത് ദൈവവചന പ്രകാരം സ്വീകാര്യമായ കാര്യമല്ല. ക്യാമ്പസ് ക്രൂസൈഡുകാരുടെ ഒരു പഴയ പ്രസ്താവന ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരിക്കലും വികാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എഞ്ചിനാകാൻ പാടില്ല. ഒരിക്കലും വിചാരവും വികാരങ്ങളോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആത്മനിഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളും നമ്മളെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എഞ്ചിനായിട്ട് വരാൻ പാടില്ല. നമ്മളെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനവും അതിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തി തന്നതായിരിക്കുന്ന വസ്തുനിഷ്ഠമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നതാണ്. പിന്നെ അതിന് പിന്നാലെ വരണം വികാരവും മറ്റു പരിപാടികളും ഒക്കെ. അതിന് പിന്നാലെ വരുന്നതായിരിക്കുന്ന ഭോഗികളാണ്. എഞ്ചിനായിട്ട് ഈ വികാരങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അതീവ പ്രാധാന്യമേറിയ തീരുമാനങ്ങളാണ്. ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് താൻ പറഞ്ഞു എൻ്റെ സ്ഥാപിത താല്പര്യവും എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളും എൻ്റെതായിരിക്കുന്ന ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ ഇച്ഛകളും ഒന്നുമല്ല ഈ തീരുമാനത്തെ നിയന്ത്രിച്ചത്. അത് ദൈവഹിതപ്രകാരമുള്ള തീരുമാനമായിരുന്നു എന്നുള്ളതാണ് താൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി എങ്ങനെയാണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക? വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിയുന്ന കാര്യം ദൈവത്തിന് മുൻപാകെ ദൈവം അറിയുന്നു എന്നുള്ളതായിരിക്കുന്ന ആ കാഴ്ചപ്പാടിൽ ദൈവത്തോട് എനിക്ക് ആത്യന്തികമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന അറിവിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, ആത്മീയ വർധനയ്ക്കായിട്ട്, ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുന്ന ജീവിതമാണ് വിശ്വസ്തമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നതാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനം എന്താണ്? ഒന്നാമത് പറഞ്ഞു അതിന് സഹായകരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം അറിയുന്നു, ദൈവം കാണുന്നു, ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന ആ ബോധ്യമാണ് വിശ്വസ്തരായിട്ട് ജീവിക്കാനുള്ളതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാരണം അതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം, നമ്മളുടെ വിശ്വസ്തത കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എന്നതാണ് താൻ രണ്ടാമത് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൽ 2 പോയിന്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്. 3 പോയിന്റാ വേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ ഞാൻ 2 പോയിന്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പോയിന്റ് ഇല്ലാതെ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് 2 പോയിന്റ് കിട്ടുന്നത് കുറവെന്നോ? കുഴപ്പമില്ല, ശരി. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് വിശ്വസ്തരായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? വിശ്വസ്തയുടെ അടിസ്ഥാനം എന്താണ്? വിശ്വസ്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം നമ്മളോട് വിശ്വസ്തനാണ് എന്നുള്ളത് കൊണ്ട് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാനുള്ളതായിരുന്ന കടപ്പാട് നമുക്കുണ്ട്. അതാണ് ദൈവത്തിന് നമ്മളോട് പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാനും സിൽവാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം വരുമാർ അവനിൽ ആമേൻ എന്ന് തന്നെ. അപ്പൊ ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉവ്വ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ പറയാം, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയത് കൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയത് കൊണ്ട് നമ്മളുടെ സന്ദേശവും നമ്മളുടെ ജീവിതവും വിശ്വസ്തമായിരിക്കണം എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയത് കൊണ്ട് നമ്മളുടെ സന്ദേശവും ജീവിതവും വിശ്വസ്തമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ ആദ്യമേ താൻ പറഞ്ഞത് ദൈവം വിശ്വസ്തനാണ് എന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭാഗത്തെ വാദഗതി നിങ്ങൾക്ക് വളരെ വായിച്ചെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം താൻ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന സന്ദേശം സിൽവാനോസും തിമോഥെയോസും ഞാനും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചതായിരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു അവൻ ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല, അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവം താൻ വിശ്വസ്തനാണ്, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നവനാണ് എന്നുള്ള കാര്യം യേശുക്രിസ്തുവിൽ കൂടെയാണ് തെളിയിച്ചത്. ദൈവം പറഞ്ഞ സകല കാര്യങ്ങളും സത്യസന്ധമാണ്, ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നുള്ളൊരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവാണ് അതിന്റെ തെളിവെന്ന് പറയുന്നത്. പാപം ചെയ്ത് ദൈവ കോപത്തിന് പാത്രമായി, ദൈവത്തെ നേരിടുവാൻ ധൈര്യമില്ലാതെ മരത്തിന് ഒളിച്ചിരിക്കുന്നതായിരിക്കുന്ന, അത്തിയില കൊണ്ട് തങ്ങളെ നാണം മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആദമും ഹവ്വയും അവരെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൈവം അവരോട് ചോദിച്ചു, ആദമേ നീ എവിടെ? അവിടെ പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടപ്പോൾ, നിന്റെ കാലൊച്ച കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയായി പോയി, ഞങ്ങൾ നഗ്നരാണ് എന്ന് ഞങ്ങൾക്ക് ബോധം വന്നു, അതുകൊണ്ട് ദൈവം ഞങ്ങളെ കാണാതിരിക്കാനായിട്ട് മരത്തിന് മറഞ്ഞിരിക്കുകയാണ്. തന്റെ സ്ഥലമല്ലയോ, മരത്തിന് പറഞ്ഞാൽ പിന്നെ ദൈവം കാണുമോ? എത്ര നല്ല കാര്യമല്ലയോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുവാനായിട്ട് യാതൊന്നും ഒരു പ്രതിബന്ധമല്ല കേട്ടോ. ദൈവത്തെ മറയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അക്കാര്യമാണ് ആദ്യമേ തന്നെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞത്. ഞാൻ പറയാം, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്ന മനുഷ്യനോടുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്തായിരിക്കണം? നീ എന്നോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ഇനി നീയുമായിട്ടുള്ള പരിപാടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പോലെ ഇല്ല. കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി ഈ സർപ്പത്തിന്റെ തല തകർക്കും, അവൻ തൻ്റെ മരണത്തിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ ഈ സർപ്പം അവൻ്റെ കുതികാൽ കടിക്കും, അതിലൂടെ ദൈവം മനുഷ്യന് മോചനം വരുത്തുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദാനം പാപം ചെയ്ത ആദമിനോട് ഹവ്വയോടും ദൈവം ചെയ്ത വാഗ്ദാനം. എത്ര വർഷമായി ആ വാഗ്ദാനം കഴിഞ്ഞിട്ട് എന്ന് എനിക്ക് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് ദൈവം ഈ വാഗ്ദാനം മറന്നുപോയോ? ഇല്ല. തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുവാനായിട്ട് തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്യില്ല എന്ന് പിന്നെ പറഞ്ഞോ? ഇല്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിവർത്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം പറഞ്ഞ എല്ലാ കാര്യത്തിനും ദൈവം പൂർത്തീകരണം വരുത്തിയിരിക്കുന്നു. ഉവ് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു കമന്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളുടെയും യെസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ്. The whole yes of God, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ യെസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അപ്പം യേശുക്രിസ്തുവിലൂടെ ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുക. മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയിലൂടെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ദൈവം നിവൃത്തിയാക്കിയത്? കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെയാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നയാളാണ്. അവൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ ചുമത്തി, യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ദൈവം യേശുക്രിസ്തുവിൽ തന്റെ എല്ലാ വാഗ്ദാനങ്ങളും നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് തന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് ഈ സന്ദേശം, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സന്ദേശമാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം വിശ്വസ്തനാണ്, അത് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും അവനൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവം തൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പൗലോസ് എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് തന്നെ. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ആമേൻ എന്ന് പറയും. ആമേൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആമേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രാർത്ഥന നിർത്തുന്ന ഉടനെ നിർത്തിയെന്നുള്ള കാര്യം എല്ലാവരും അറിയാനുള്ളതായിരിക്കുന്ന കാര്യമല്ല ആമേൻ, അല്ലേ? എല്ലാവരും ആമേൻ പറയുമ്പോൾ എന്തായി? പ്രാർത്ഥന നിർത്തുന്ന അല്ലെന്നേ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതല്ല. ആമേൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നാ. നിങ്ങൾ യോജിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ യോജിക്കുന്നില്ല, പക്ഷേ പ്രാർത്ഥന നിർത്താൻ ആമേൻ പറയുന്നത് വിചാരിച്ച്. ചിലപ്പം ഞങ്ങൾ ബന്ധുക്കോസാകാരായിരുന്ന കാലത്ത് ചില സഹോദരിമാർ മാത്രമല്ല കേട്ടോ, സഹോദരന്മാരും സാക്ഷ്യം നീട്ടും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ സാക്ഷ്യം നിർത്തണമെന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു വഴിയുണ്ട്. അപ്പൊ ആമേൻ ആമേൻ കുഞ്ഞെ സമയമായി നിർത്താനായി. അത് ഞങ്ങൾ വിചാരിച്ചത് ആമേൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞോട് എഗ്രി ചെയ്യുന്നു എന്നാ ബൈബിളിലെ അർത്ഥം. അതാ
അല്ലാതെ സഹോദരിമാരുടെ പ്രാർത്ഥന നീണ്ടുപോകുന്നു, അതുകൊണ്ട് ആമേൻ എന്ന് പറഞ്ഞാൽ തീരണം അല്ലെന്നേ. ഇത് ആമേൻ എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുന്നതാ. അതിനെക്കുറിച്ച് ലൂയിസ് പെറി ചെയ്വർ എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അബ്രഹാമിനെ ദൈവം വെളിയിലോട്ട് കൊണ്ടുപോയി, മക്കളും ഒന്നുമില്ല, 95 വയസ്സായി, 96 വയസ്സായിരുന്നു അല്ലേ. പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ എത്ര കാലം 75 വയസ്സ്. റോയ് പോൾ സഹോദരൻ ഇല്ലായിരുന്നു, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ഒരുപാട് കൂട്ടിപ്പോയിനെ അല്ലേ. ഏതായാലും ശരി, 75 വയസ്സുള്ള കാലത്ത് ഇദ്ദേഹത്തെ വെളി കൊണ്ടുപോയതിന് ശേഷം ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് മക്കളൊന്നുമില്ല, ശരിയാണ്, പക്ഷെങ്കിൽ നിന്റെ സന്തതി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പോലെയും ഈ കടൽക്കരയിലെ മണൽ പോലെയും പെരുകും എന്ന് പറഞ്ഞു. ഉടനെ ദൈവം ഇങ്ങനെ അബ്രഹാമിനെ ആശ്ചര്യപ്പെട്ടു നിന്നേച്ച് ആമേൻ എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ആമേൻ എന്നാ. ദൈവം പറയുന്നതിനെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാനുള്ള നമ്മുടെ പ്രതികരണം എന്തുവാ? ആമേൻ. കർത്താവേ, നീ ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു, നിന്നോട് ഞാൻ യോജിക്കുന്നു, ഈ പരിപാടി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രതികരണമാണ് ആമേൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എങ്കിലും അത് യേശുക്രിസ്തുവിൽ ദൈവം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവേ, നീ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ യോജിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ് ഭക്തന്മാരുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇത് രണ്ട് പ്രധാനപ്പെട്ടതാ കേട്ടോ. ഞാൻ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമ്മളുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എന്നാൽ ഈ കൃപയോടുള്ള പ്രതികരണം എന്താണെന്നറിയാമോ? വിശ്വാസമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയും വിശ്വാസവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ കൃപയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് വിശ്വാസം അത്രത്തോളം ഊന്നൽ കൊടുക്കുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ അറിയത്തില്ല അല്ലേ. ചെറുക്കറോണ്ടല്ലേ? ശരിയാ, അദ്ദേഹം കേട്ടോ പോയിപ്പോൾ തലയാടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം. അവിടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമാണ് കേട്ടോ. എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് നമുക്കൊരു നടുക്കം വരുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന വിശ്വാസം വഴിയാണ്. നമ്മുടെ പാപങ്ങളെ യേശുക്രിസ്തു തന്റെ ശരീരത്തിന്റെ മേൽ ചുമന്നുകൊണ്ട് അവന്റെ മരണത്താൽ ദൈവം പരിഹാരം വരുത്തിയിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ദൈവം പറയുമ്പോൾ നമ്മളത് പറയും, കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു, അതിന് ഞാൻ ആമേൻ എന്ന് പറയുന്നു എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് പ്രതികരണം. ദൈവം പറയുന്ന വസ്തുതകളോട്, ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദാനങ്ങളോട്, യേശുക്രിസ്തുവിൽ ദൈവം നിവർത്തിച്ചതായിരിക്കുന്ന കാര്യങ്ങള് അതിൻ്റെ അക്ഷര അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ച് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നതാണ്, വിശ്വസിക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന് എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും അവൻ ലൂവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം വരുമാറ് ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്നോട് ചോദിക്കാം, ദൈവം ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? പരിഗണിക്കാം അല്ലേ? ചിന്തിക്കട്ടെ. അങ്ങനെയല്ല. ദൈവം പറയുന്നതിന് ആമേൻ പറയുക എന്നുള്ളതാണ് വിശ്വാസ ജീവിതം. ദൈവം എന്ത് പറഞ്ഞാലും അതിന് ആമേൻ പറയുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുഖവിലയിൽ സ്വീകരിക്കുക, ദൈവം പറയുന്നതിനെ അംഗീകരിക്കുക. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. അവിടെ നമ്മളുടെ സന്ദേശം യേശുക്രിസ്തുവിൽ ദൈവം എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സന്ദേശമാണ്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വചനം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിൽ ദൈവം സകല വാഗ്ദാനങ്ങളെയും നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഇനിയും ഈ വിഷയം, ഞങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത യേശുക്രിസ്തുവിൽ ദൈവം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ ഞങ്ങളുടെ ജീവിതവും അതിനോട് ചേർന്ന് തന്നെ പോകണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഒന്നാമത് നമ്മൾ സന്ദേശം എന്ന് പറയുന്നത് വിശ്വസ്തമായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നതെങ്കിൽ അതാണ് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ളതായ സന്ദേശമാണ് തന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ
സന്ദേശം ദൈവം ഉറപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുയേശുവിൽ ഉറപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. വിശ്വസ്തന്മാരായി ജീവിക്കുവാൻ സുവിശേഷം നമുക്ക് നൽകിയെന്ന് മാത്രമല്ല, സുവിശേഷത്തിന് അനുസൃതമായി ജീവിക്കുവാനും നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവമാണ്. നമ്മളെ വിശ്വസ്തരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദൈവം നമ്മെ ഇതിന് പ്രാപ്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, സുവിശേഷം വിശ്വസിക്കുവാൻ മാത്രമല്ല, സുവിശേഷം വിശ്വസിച്ചനുസൃതമായി ജീവിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോടും പറയാം, സുവിശേഷം വിശ്വസിച്ചവർ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. സുവിശേഷം വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ദൈവം തന്ന കൃപയനുസരിച്ച് സുവിശേഷത്തിന് അനുസൃതമായി ജീവിക്കുവാൻ കടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അഭിഷേകം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പഴയ നിയമ വാക്കാകട്ടോ. ഈ വാക്ക് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി മുൻപ് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് അല്ലേ. ദൈവം അവനെ അഭിഷേകം ചെയ്തു, പരിശുദ്ധാത്മാവിനാലും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്ക്, ഒരു പ്രസ്താവന അപ്പോസ്തലരുടെ പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാര്, പുരോഹിതന്മാര്, രാജാക്കന്മാര്, ഈ 3 ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകൾക്കാണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിക്ക് വേണ്ടി അവരെ വേർതിരിക്കുക, അതിനായിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന പ്രാപ്തി ദൈവത്തിന്റെ കൃപയാൽ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ അഭിഷേകം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തിന്റെ അർത്ഥം. അതാണ് അവിടെ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടുള്ളതായിരിക്കുന്ന പ്രാപ്തി, അതിനായിട്ടുള്ള വേർതിരിവ്, അതിനായിട്ടുള്ള പ്രത്യേക ക്രമീകരണം ദൈവം തന്നെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി, അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങളെ അഭിഷേകം ചെയ്തത് ദൈവമല്ലോ. അടുത്തതായിട്ട് പറയുന്നത് നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് അഭിഷേകം ചെയ്തു, രണ്ടാമത് മുദ്രയിട്ടു, മൂന്നാമത് പരിശുദ്ധാത്മാവ് എന്നുള്ള അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പം അഭിഷേകം എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന വേർതിരിവാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത് മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മളെ തൻ്റെ പക്ഷത്ത് ചേർത്ത് സുവിശേഷത്താൽ നമ്മളെ രക്ഷിച്ച് ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മെ തൻ്റെ ഭാഗത്ത് സ്വീകരിച്ചതിന് ശേഷം ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മുദ്രയെന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം കാണിക്കുന്നതാണ്, ഇന്ന ആളിൻ്റെ വകയാണ് എന്ന് കാണിക്കുന്നതാണ് മുദ്ര. മാത്രമല്ല അത് സുരക്ഷിതത്വം കാണിക്കുന്നതുമാണ്. ഒരു എഴുത്ത് മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിക്കാൻ പറ്റുമോ? അത് പിന്നെ പൊടിക്കാനൊക്കത്തില്ല. അത് ആർക്കു വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി അദ്ദേഹത്തിന് മാത്രമേ അത് തുറക്കാനുള്ളതായിരിക്കുന്ന അനുവാദമുള്ളൂ. ദൈവം ഈ മുദ്രയെക്കുറിച്ച് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്ന് വരെയാ മുദ്രയിട്ടിരിക്കുന്നതെന്നാ പറഞ്ഞേ? വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. സ്വർഗത്തിൽ നമ്മൾ ചെന്നല്ലാതെ നമ്മളെ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷിതത്വം ദൈവം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ രക്ഷ പൂർത്തീകരിക്കുന്ന നിമിഷം വരെയുമാണ്. ചിലരുടെ രക്ഷ എന്ന് പറഞ്ഞാൽ വരികയും പോവുകയും ചെയ്യുന്ന രക്ഷയാണ്. അങ്ങനെയുള്ള രക്ഷ കിട്ടിയിട്ട് വലിയ കാര്യമില്ല കേട്ടോ. എന്നാൽ നമുക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന രക്ഷ ആത്യന്തികമായിരിക്കുന്ന വീണ്ടെടുപ്പ് നാൾ വരെ സുരക്ഷിതമായിരിക്കുന്ന, നമ്മെ ദൈവം പറഞ്ഞ ഇടത്ത് വരെ കൊണ്ടെത്തിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാണ് എങ്കിൽ ഈ രക്ഷയെ നിങ്ങൾ വലിയ കാര്യമായിട്ട് സ്വീകരിക്കണം കേട്ടോ. അങ്ങനെ ആ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന രക്ഷ ഏതാ? ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വകയാണ് എന്ന് നമ്മളോട് പറഞ്ഞ്
ഇനി ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് ഉറപ്പു തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് ദൈവം നമ്മളെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. നമ്മളെ ഉറപ്പിക്കുന്നത്, നമ്മളെ ദൈവത്തിന്റെ പരിപാടിക്ക് വേണ്ടി ശക്തിപ്പെടുത്തുന്നത് അത് സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. തന്റെ പരിശുദ്ധാത്മാവിനാലാണ് ദൈവം അത് ചെയ്യുന്നത്. മൂന്നാമത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സുരക്ഷിതത്വത്തിന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വ്യത്യസ്തമായിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചയാളാന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രത്യേക കൃപ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അഭിഷേകത്തിലൂടെ പറയുന്നത്. മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ രക്ഷ പൂർത്തീകരിക്കുന്നത് വരെയും നമ്മെ സൂക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്. മൂന്നാമത് പറഞ്ഞത് അച്ചാരം, പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നു. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ സിബി സഹോദര? അച്ചാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഒരു ട്രാൻസാക്ഷൻ, ഒരു അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തുമ്പോൾ ചില ആൾ പറഞ്ഞ വാക്കങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയും, അല്ലയോ? വാക്ക് പറഞ്ഞാൽ അതിനൊരു ഉറപ്പ് പോരാ, അല്ലേ? വാക്ക് മാറ്റി പറയാൻ പറ്റൂലോ. എന്നാൽ ഈ ഡീല് നമ്മൾ ചെയ്തതായിരിക്കുന്ന ഈ പരിപാടി ഉറപ്പായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് അച്ചാരം കൊടുക്കുക എന്ന് പറയുന്നത്. പിടിച്ചോ, ഒരു 2 ലക്ഷം ഉറുപ്പിക കോൺട്രാക്ട് ചെയ്തു, അതിന് അച്ചാരമായിട്ട് 2 ലക്ഷം രൂപയും കൊടുത്തു. ഇനി ഇന്ന് പിന്മാറാൻ പറ്റിയല്ലോ കേട്ടോ, അല്ലെങ്കിൽ ഈ കൊടുത്ത അച്ചാരം എല്ലാം പോവും, ഇല്ലയോ? ആരെയാ അച്ചാരമായിട്ട് കൊടുത്തേക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് കൊടുത്തു. ദൈവം ഇതിൽ പിന്മാറിയാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെ സംഭവിക്കുകയില്ല. ദൈവത്തിന് പിന്മാറുവാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക്, ഒരു വീണ്ടെടുപ്പിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. He will never withdraw from what he has already pledged to us. ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്ത, ദൈവം ഉറപ്പാക്കിയതായിരിക്കുന്ന ഈ പരിപാടി ദൈവം അത് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുകയില്ല. ദൈവം നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ രക്ഷ, നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കിയിരിക്കുന്നു. ദൈവം ആ സുരക്ഷിതമായിരിക്കുന്ന സന്ദേശം നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയും ദൈവം നൽകിയതായിരിക്കുന്ന ഈ ഉറപ്പിനും സുരക്ഷിതത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ നമ്മൾ കടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. പൗലോസിന്റെ ജീവിതം നോക്കിയാൽ പൗലോസ് അവരോട് പറയുമ്പോൾ താൻ പറയും, സഹോദരന്മാരെ, എൻ്റെ വാക്ക് ഒരിക്കൽ ഉവ്വ് എന്നും പിന്നീട് ഒരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ എടുത്തതായിരിക്കുന്ന തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നോട് വിശ്വസ്തനായിരുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതം ദൈവകൃപയാൽ വിശ്വസ്തയോടുകൂടെ പുലർത്തണമെന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം വിശ്വസ്തനാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് അനുസൃതമായ രീതിയിൽ വിശ്വാസത്തിൽ തന്നെ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയാണ്. അതിൽ കാപട്യമില്ല, അതിൽ 2 മുഖങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചില്ല. I am transparent before God. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ചതാണ് നമ്മളുടെ രക്ഷയുടെ അടിസ്ഥാനവും അതിന്റെ ഉറപ്പുമെല്ലാം അതാണ്. എന്നാൽ ആ രക്ഷ സ്വീകരിച്ചതായിരിക്കുന്ന ആളുകൾ ദൈവം വിശ്വസ്തനായിരിക്കുന്നതിന് അനുസൃതമായ രീതിയിൽ വിശ്വസ്തന്മാരായിരിക്കുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് നടുക്കം വന്നു കേട്ടോ. പൗലോസ് പറഞ്ഞു, ഐ ഡോണ്ട് ടേക്ക് മൈ ലൈഫ് ലൈറ്റ്ലി. എൻ്റെ വാക്കുകൾ ഞാൻ ലാഘവമായിട്ട് ഉപയോഗിക്കില്ല. എൻ്റെ ഇടപാടുകൾ ലാഘവമായ രീതിയിലല്ല. വിശ്വസ്തനായിരിക്കുന്ന ദൈവം എന്നോട് വിശ്വസ്ത പുലർത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിലനിൽക്കുവാൻ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സുവിശേഷത്തിൽ ദൈവം നമ്മളോട് കാണിച്ചതായിരിക്കുന്ന വിശ്വസ്തത, വിശ്വാസത്താൽ പ്രതികരിച്ചതായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ജീവിതം, നമ്മളുടെ ഇടപാടുകൾ, ഇതൊക്കെ ദൈവത്തിന് മുൻപാകെ വിശ്വസ്തയോടെ നടത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവമക്കൾ എങ്ങനെ അവിശ്വസ്തന്മാരാകുന്നത്? എങ്ങനെയാ? ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് പോകുന്നത്? ഞാൻ സുവിശേഷം വിശ്വസിച്ച ആളാ. ദൈവം
തൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസിച്ച് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞത് സത്യസന്ധമായിരിക്കുന്ന കാര്യമാണ്. അന്ത്യം വരെ ദൈവം എന്നെ പുലർത്തുമെന്ന് പറഞ്ഞത് സത്യസന്ധമായിരിക്കുന്ന വാക്കാണ്. അവനെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞത് സത്യസന്ധമാണ്. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന വാക്ക് ഇങ്ങനെ സത്യസന്ധം ആകാതിരിക്കുന്നത്? How can I be contradictory to the message that God has given to me? എനിക്ക് തന്നതായിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായ രീതിയിൽ ജീവിക്കുവാൻ, സംസാരിക്കുവാൻ ദൈവമക്കൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യമേ പറയുള്ളൂ. ഒന്നെന്ന് പറയുന്നത്, വിശ്വസിച്ചു എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും വിശ്വാസികളല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യതിയാനവും വരുത്താത്ത മനുഷ്യരെ വിശ്വസിച്ചു എന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. വിശ്വസ്തയോടെ ജീവിക്കുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നാം യഥാർത്ഥത്തിൽ വിശ്വസിച്ച ആളുകളല്ല. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ കൃപയെയും കരുണയെയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആത്മീയ ജീവിതം അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല. ദൈവം നമ്മളോട് കാണിച്ച കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത, സുവിശേഷത്തിൻ്റെ ആഴം, അതിൻ്റെ അത്ഭുതം, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ലാഘവമായിട്ട് ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. പൗലോസ് പറഞ്ഞു, നോ നോ നോ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ വാക്കുകൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. എൻ്റെ തീരുമാനങ്ങൾ ദൈവഹിത പ്രകാരം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുവാനുള്ളതായിരിക്കുന്ന ബാധ്യത എനിക്ക് ഉണ്ട്. കാരണം ആ നിലയിലാണ് ദൈവം എന്നോട് ഇടപെട്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ കാരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പുലർത്തുവാൻ നമുക്ക് സാധിക്കും. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിന് മുൻപാകെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്, ഇങ്ങനെ ജീവിക്കുവാനുള്ള പ്രാപ്തി സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മളെ ഉറപ്പിക്കുന്നത്, നമ്മളെ നിലനിർത്തുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ദൈവം എന്നുള്ളതായിരിക്കുന്ന എല്ലാ സാഹചര്യവും നമുക്ക് തന്നപ്പോൾ ഇനി എന്തിനാ അവിശ്വസ്തരായിട്ട് ജീവിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുന്നതിന് എന്താ തടസ്സം? തടസ്സം ഒരുപാടുണ്ട് കേട്ടോ. ജഡം, ലോകം, പിശാച്, ഇതൊക്കെ തടസ്സമാണ്. ജഡം, ലോകം, പിശാച് ഇതൊക്കെ തടസ്സമില്ലയോ? തടസ്സ. എന്നാൽ എൻ്റെ ഹൃദയത്തിലും ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ ദൈവം പറയുന്ന കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ, തൻ്റെ പുത്രനിലൂടെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാണ്. വിശ്വസ്തനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. മാതൃകാപരമായി ജീവിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ സാധിക്കും. അതാണ് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന ഉറപ്പ്, വാഗ്ദാനം എന്ന് പറയുന്നതാണ്. പരാജയവും പ്രശ്നമൊന്നും വരികയല്ലെന്നല്ല. പരാജയവും പ്രശ്നവും വന്നാലും ചെയ്യും. അതിനും പരിഹാരമുണ്ടല്ലോ ദൈവസന്നിധിയിൽ, അല്ലേ? പ്രശ്നം പരിഹാരം വന്നാൽ എന്ത് ചെയ്തോരാ? ഏറ്റുപറയും, അനുദപിക്കും, മാനസാന്തരപ്പെടും, ദൈവത്തോട് ഏറ്റുപറയും, ജീവിതത്തിൽ വ്യതിയാനപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. അതല്ലേ ദൈവഹിതം എന്ന് പറയുന്നത്. അതല്ലേ നാം സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളാണ്. സുവിശേഷത്തിൻ്റെ അനുസൃതമായ രീതിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യം. ഞങ്ങളുടെ സന്ദേശവും ഞങ്ങളുടെ ജീവിതവും തമ്മിൽ there was an alignment. ഇത് തമ്മിലൊരു യോഗ്യതയുണ്ട്. നമ്മളെ സന്ദേശവും നമ്മളെ ജീവിതവും തമ്മിൽ യോഗ്യതയുണ്ട്. ദൈവം പറഞ്ഞതായിരിക്കുന്ന സന്ദേശം തൻ്റെ പുത്രനായ യേശുക്രിസ്തു എല്ലായ്പ്പോഴും ഉവ്വ് എന്നാണ്. അതിനനുസൃതമായ രീതിയിൽ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചതായിരിക്കുന്നു നമുക്ക് ആ സുവിശേഷത്തിനനുസൃതമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം, ഇത് ദൈവം നമുക്ക് വേണ്ടി തന്ന് നമ്മുടെ ജീവിതത്തെ ദൈവം സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക്, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്ന് തന്നെ. ദൈവം പറയുന്നതൊക്കെ സ്വീകരിച്ച്, വിശ്വസിച്ച്, ആശ്രയിച്ച് അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ. ഈ ലോക ജീവിതം ഒരു വലിയ മത്സരമായിട്ടോ. ഇനി തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് ഇത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് തുറന്ന് വിശദമായിട്ട് അദ്ദേഹം നമ്മളോട് പറയും.
നമുക്ക് ദൈവപ്രസാദകരമായ രീതിയിൽ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അനേകരെ ഈ സത്യത്തിലേക്ക് നമുക്ക് വഴി നടത്താനായിട്ട് സാധിക്കും. കാരണം നാം പറയുന്നതായിരിക്കുന്ന സന്ദേശം സത്യസന്ധമാണ്. നമ്മുടെ ജീവിതം ആ സത്യസന്ധമായിരിക്കുന്ന സുവിശേഷത്തിന് അനുസൃതമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന ജീവിതമാണ്. അതാണ് വിശ്വാസികളുടെ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ ലക്ഷണമെന്ന് പറയും. നമുക്ക് എങ്ങനെ വിശ്വസ്തന്മാരായി തീരുവാൻ സാധിക്കും? ദൈവത്തിന് മുൻപാകെ ജീവിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ബോധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം പൂർത്തീകരിച്ച സുവിശേഷം സ്വീകരിച്ച നിലനിർത്തുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്ന ജീവിതം, അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ അവിടുന്ന് പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും അവിടുന്ന് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, അവിടത്തേക്ക് യാതൊരു വ്യതിയാനവും ചാഞ്ചല്യവും ഇല്ലാത്ത വിശ്വസ്തനായ ദൈവമാണ്. ഞങ്ങളോട് ഇത്ര വിശ്വസ്ത പുലർത്തതായിരിക്കുന്ന ദൈവത്തിന് മുൻപാകെ വിശ്വസ്തരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. അതിനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ നാളുകൾ വിശ്വസ്തന്മാരായി ജീവിക്കുവാൻ ഞങ്ങളുടെ സന്ദേശവും ജീവിതവും ദൈവത്തിന് വചനപ്രകാരം സത്യസന്ധമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായിട്ട് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.